വിവ ഒരു ചെറിയ പടമാണ്. ഒരു തട്ടിക്കൂട്ട് പടമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഒരു സംവിധാനം ആരോ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പടമെന്ന് പറയാം. എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഭയങ്കര നമുക്ക് വേറെ പ്രത്യേകിച്ച് എക്സ്പെക്റ്റേഷൻ ഒന്നും ഇല്ലാതെ വെറുതെ പോയി കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ അതിൽ എടുത്തു പറയാൻ പോസിറ്റീവായിട്ട് എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു കഥയും തിരക്കഥയൊക്കെ കഥ എഴുതിയിരിക്കുന്ന നായകനും കൂടെ ഒരു ഒരു നായകനായ നമ്മുടെ അഭിഷേക് ശ്രീകുമാറാണ് എൻ്റെ ഒരു രചന നിർവഹിച്ചേക്കുന്നത്. പിന്നെ കുറേ ധ്രുവനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ ഓവറാൾ ഒരു ബിലോ ആവറേജ് സിനിമയെന്നേ പറയാൻ പറ്റും. ഇപ്പോൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണോ ഈ കാലഘട്ടത്തിലുള്ള? ഇപ്പോൾ കണ്ടിരിക്കേണ്ട സിനിമയൊന്നും പറയാൻ പറ്റില്ല. ഇത് എല്ലാ കാലഘട്ടത്തിലും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. പുതുമയുള്ള സബ്ജക്റ്റൊന്നും അല്ല. പ്രത്യേകിച്ച് മലയാളത്തിലും മറ്റ് ഭാഷകളിലും ഒക്കെ ഒരുപാട് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു എടുത്തു പറയാൻ വേണ്ടിയൊന്നുമില്ല. കുറേ പല പല സിനിമകൾ നമ്മൾ കണ്ടുമടുത്ത ഒരു പ്രമേയം തന്നെയാണ് ഇതിലുള്ളത്. ഇതിനെ ഒരു സിനിമയാക്കി ഇറക്കേണ്ട ഒരു കാര്യമില്ല. ഇതിനൊരു ഷോർട്ട് ഫിലിമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇറക്കിയാൽ മതി. പിന്നെ എനിക്ക് ആകെപ്പാടെ ഒരു ചിന്തയുള്ള എൻ്റെ ഒരു നിർമ്മാതാവിനെ കുറിച്ചാണ്. അയാൾ എന്ത് കണ്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളതിനൊക്കെ ഒരു സിനിമയാക്കി അത്രയും ഒരു സിനിമയാക്കി ഇറക്കുമ്പോൾ അത്രത്തോളം ചിലവ് വരുമല്ലോ. ഇതിനൊരു ഷോർട്ട് ഫിലിമാക്കി ഇറക്കിയാൽ മതിയായിരുന്നു. ഒന്നും ചെയ്യാതെ തിയേറ്ററിൽ ഇറക്കി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മിനിമം ഈ നമ്മൾ നിർമ്മാതാക്കളെ കുറിച്ച് പ്രത്യേകിച്ച് പറയണം. കാരണം ഒരു സിനിമ നിർമ്മിക്കാൻ എന്ന് പറഞ്ഞാൽ പൈസ മുടക്കി ലാഭം കൊയ്യണമെന്ന ഉദ്ദേശത്തോടെ ഒരു സിനിമ ഇറക്കുമ്പോൾ മിനിമം ആ നിർമ്മാതാവ് ഒരു സിനിമ പ്രേക്ഷകനെങ്കിലായിരിക്കണം, സിനിമകൾ അടിക്കടി കാണുന്ന ഒരാളെങ്കിലും ആയിരിക്കണം. അല്ലാതെ ചെന്ന് ഒരു സിനിമ പിടിക്കാൻ പോയാൽ അങ്ങ് അകപ്പെട്ടു പോവുകയാണ്. പിന്നെ ഇതിൽ എഴുത്തുകാരൻ എന്നുള്ള അഭിഷേക് ശ്രീകുമാറാണ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു പുള്ളി ചെയ്ത കഥാപാത്രത്തിന് വളരെ സ്വീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി കഥാപാത്രമാണ്. അഭിനയത്തിൻ്റെ കാര്യത്തിലാണ് അഭിഷേകിൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം അല്ലെങ്കിൽ ഗുണം കിട്ടിയത് അഭിഷേക് ശ്രീകുമാറിനായിരിക്കും. പിന്നെ അഭിനയത്തിൻ്റെ ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രുതി ജയൻ എന്ന് പറഞ്ഞ നടി. അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ധ്യാൻ ശ്രീനിവാസനെ എനിക്ക് പുള്ളി ക്യാമിയോ ഒന്നും വേണമെങ്കിൽ പറയാം. ഒരു ഒന്നോ രണ്ടോ സീനിൽ മാത്രമേ ധ്യാൻ ശ്രീനിവാസൻ ഉള്ളത് പുള്ളി ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയിൽ നമ്മൾ ഈ സിനിമ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ പുള്ളിയെ കുറ്റം പറയുന്ന പരിപാടിയൊന്നും ഇതിൽ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഓവറോൾ ബിലോ ആവറേജ് എന്നേ പറയാൻ പറ്റും.